ഹായ് ഓൾ, വെൽക്കം ടു എജുപവർ അക്കാഡമി. സോ നമ്മളിന്ന് +2 മാത്സിലെ മെട്രിസസ് എന്നുള്ള ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറേ വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നിങ്ങളത് കറക്റ്റ് പഠിക്കുകയാണെങ്കിൽ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സ്പ്രസ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 2 -2 -4 -1 3 4 1 -2 -3 ആസ് എ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമായിട്ട് എഴുതണം. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു സിമെട്രിക് മെട്രിക്സ് നോക്കാം. ഇതിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ബി ഈക്വൽ ടു എ എക്സ് എക്സ് ഡി. ഈ ഒരു മെട്രിക്സ് നോക്കാം. നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഇതിന്റെ റോസ്. 2 റോസ് ആണല്ലേ, 2 കോളംസ് ആണല്ലേ. ഈ റോനെ പിടിച്ച് നമ്മൾ കോളായിട്ട് ചെയ്താൽ, അതുപോലെ ഈ റോനെ പിടിച്ച് കോളായിട്ട് ചെയ്താൽ, ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് പറയാം. അപ്പൊ ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോർട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ബി ഡാഷ് അല്ലെങ്കിൽ ബി റേസ് ടു ടി എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? എ എക്സ് ഈ റോനെ പിടിച്ചിട്ട് എന്താക്കുക? കോളായിട്ട് ചെയ്താൽ എ എക്സ് ഈ റോനെ പിടിച്ച് കോളായിട്ട് ചെയ്താൽ അപ്പൊ എങ്ങനെ വരാം? എക്സ് ഡി. അപ്പൊ നോക്കി നോക്ക്, എ എക്സ് എക്സ് ഡി, എ എക്സ് എക്സ് ഡി. അപ്പൊ ഈ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇതിന്റെ ട്രാൻസ്പോസിനോട് ഈക്വൽ ആയി. അപ്പൊ നമുക്ക് ഈ മെട്രിക്സിൽ അപ്പൊ നമുക്ക് എന്താ പറയാ? ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. കാരണം ഈ മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും എന്താണ്? ഈക്വൽ ആണ്. സോ ഇതിനെ ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. അടുത്ത നമുക്ക് എന്താ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നോക്കാം. ഇതിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. സി ഈക്വൽ ടു 0 -x x 0. ഇതിന്റെ എന്ത് കാണാം? നമ്മൾ ട്രാൻസ്പോസ് കാണാം. നേരത്തെ ചെയ്ത പോലെ തന്നെ സി ട്രാൻസ്പോസ് ഈക്വൽ ടു നേരെയുള്ള റോനെ പിടിച്ച് എന്താക്കുക? കോളായിട്ട് ചെയ്താൽ 0 -x നേരെയുള്ള റോനെ പിടിച്ച് കുത്തനെ ചെയ്താൽ കോളായിട്ട് ചെയ്താൽ അപ്പൊ എക്സ് 0. അപ്പൊ ഈ 2 കേസ് എടുത്ത് നോക്ക്. ഈ സി 0 ആണ്, ഫസ്റ്റ് എലമെന്റ് 0 ആണ്, സെക്കൻഡ് എലമെന്റ് -x. അപ്പൊ ഈ ട്രാൻസ്പോസിന്റെ ഇവിടെ എക്സ് ആണ് വരുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് വരുന്നത്. അതുപോലെ അടുത്ത എലമെന്റ് നോക്കുമ്പോൾ ഇവിടെ എക്സ് ആണ്, ഇവിടെ നേരെ -x. ഇപ്പൊ 0 സെയിം ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ? സി ഈക്വൽ ടു സി ട്രാൻസ്പോസ് നമ്മുടെ, അതായത് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുക. ഇങ്ങനത്തെ മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 0 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഈ മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സോ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സോ ആയിട്ട് ഇതിന്റെ സമ്മായിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? ബൈ ഹാർട്ട് പഠിച്ചേക്കാം. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഈ ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് നിങ്ങൾ നോക്കണ്ട. ഈ ഇക്വേഷൻ തൽക്കാലം എന്ത് ചെയ്യാം? ബൈ ഹാർട്ട് പഠിച്ചേക്കാം. ഇനി നമുക്ക് അഥവാ അത് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിരുന്നതാണ്. സോ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? എ എന്ന് പറഞ്ഞാൽ ഇതാ ഈ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി എ ട്രാൻസ്പോസ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാലേ റോനെ പിടിച്ചിട്ട് കോളായിട്ട് ചെയ്താ. അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്താ ചെയ്യേണ്ടത്? നേരെയുള്ള റോനെ പിടിച്ച് കോളായിട്ട് ചെയ്താ. അപ്പൊ 2 -2 -4 നേരെയുള്ള റോനെ പിടിച്ച് കോളായിട്ട് ചെയ്താ. -1 3 4 നേരെയുള്ള റോനെ പിടിച്ച് കോളായിട്ട് ചെയ്താ. 1 -2 -3. സോ നമ്മൾ ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആദ്യം കണ്ടുപിടിച്ച്. സോ നമുക്ക് ഇക്വേഷൻ പ്രകാരം ഫസ്റ്റ് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അതായത് ഈ എ എന്ന് പറയുന്ന മെട്രിക്സും ഇതിന്റെ ട്രാൻസ്പോസ് ആയ എ ട്രാൻസ്പോസും തമ്മിൽ ആഡ് ചെയ്തിട്ട്. സോ ആഡ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എലമെന്റ് ആഡ് ചെയ്യാം. 2 + 2 എത്രയാ? 4. -2 + -1 -3 -4 + 1 എത്രയാ? -3 -1 + -2 -3 3 + 3 6 4 + -2 2 1 + -4 -3 -2 + 4 2 -3 + -3 -6. സോ നമ്മൾ എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് ഇനി കാണാനുള്ളത് എ മൈനസ് എ ട്രാൻസ്പോസ്. സോ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സും ഇതിന്റെ ട്രാൻസ്പോസ് ആയ ഈ മെട്രിക്സും തമ്മിൽ മൈനസ് ചെയ്യാം. സോ ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള ഈ എലമെന്റ് മൈനസ് ചെയ്യാം. 2 - 2 എന്ന് പറയുമ്പോൾ 0 -2 -1 എന്ന് പറയുമ്പോൾ -2 + 1 ആയി മാറി. -2 + 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? -1 വരും. അടുത്ത -4 -1 എന്ന് പറയുമ്പോൾ -5 -1 -2 എന്ന് പറയുമ്പോൾ -1 + 2 എത്ര ആയിട്ട് മാറും? -1 + 2 എന്ന് പറയുമ്പോൾ വെറും 1 ആയിട്ട് മാറും. ഇനി 3 - 3 0 4 - -2
4 പ്ലസ് 2 6 ആയി മാറി. 1 മൈനസ് മൈനസ് 4 1 പ്ലസ് 4 5 ആയി മാറി. ഇനി -2 -4 -6 ആയി മാറി. -3 -3 എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ 0 ആയി മാറി. സോ ഇതാണ് A മൈനസ് A ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ്. നെക്സ്റ്റ് നമ്മൾ A പ്ലസ് A ട്രാൻസ്പോസും കണ്ടുപിടിച്ച് A മൈനസ് A ട്രാൻസ്പോസും കണ്ടുപിടിച്ച് നമ്മൾ ഇക്വേഷൻ പ്രകാരം ഹാഫ് ഇൻറ്റു A പ്ലസ് A ട്രാൻസ്പോസ് ആണ്. സോ നമ്മൾ എന്താ ചെയ്യുക? ഹാഫ് ഇൻറ്റു A പ്ലസ് A ട്രാൻസ്പോസ്. എന്താ ചെയ്യേണ്ടത്? ഈ മൊത്തം മെട്രിക്സിനെ ഓരോ എലമെന്റിനെ നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഓരോ എലമെന്റും ഇതിന്റെ നേരെ പകുതി ആക്കുക. സോ എങ്ങനെ വരിക? ഹാഫ് ഇൻറ്റു A പ്ലസ് A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 4ന്റെ പകുതി 2 -3ന്റെ പകുതി -3/2, ഇതും -3/2, ഇതും -3/2 ആയി. ഇത് 6/2 3 ആയി മാറി. 2/2 1 ആയി മാറി. -3/2 2/2 1 ആയി മാറി. -6/2 -3 ആയി മാറി. നെക്സ്റ്റ് ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ്. A മൈനസ് A ട്രാൻസ്പോസ് പറയുന്ന മെട്രിക്സ് ഇതാണ്. സോ നമ്മൾ ഇതിന്റെ ഒക്കെ പകുതി എടുക്കുക. 0/2 0 -1/2 -5/2 1/2 0 6/2 3 5/2 -6/2 -3 0. സോ നമ്മൾ ചെയ്ത പോലെ ഹാഫ് ഇൻറ്റു A പ്ലസ് A ട്രാൻസ്പോസ് ആണ് നമുക്ക് ഈ കിട്ടിയ മെട്രിക്സ്. അതുപോലെ ഹാഫ് ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ് ആണ് നമുക്ക് ഈ കിട്ടിയ മെട്രിക്സ്. ഇനി ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്ക്. ആഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഈ മെട്രിക്സ് കിട്ടും. ഈ മെട്രിക്സ് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സിനാണ്. സോ നമ്മൾ എന്ത് ചെയ്ത്? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സ് നമ്മൾ എഴുതി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ ഇന്ന് അത്രയേ ഉള്ളൂ. സോ ഇതുപോലത്തെ നമ്മൾ കുറേ വീഡിയോസിന് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ താങ്ക് യു.